കൊടും ചൂടിൽ ജില്ല വെന്തുരുകയാണ്. താപനില 40-ലെത്തുമോ എന്നാണ് ആശങ്ക. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് പ്രകാരം ജനുവരി 24-ന് രാജ്യത്തെ ഏറ്റവും ഉയർന്ന താപനിലയിൽ രണ്ടാം സ്ഥാനം കോട്ടയത്തിനായിരുന്നു. 36.5 ഡിഗ്രി സെൽഷ്യസ്. താപനില ഇനിയും ഉയരുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. മുൻപ് ഫെബ്രുവരി ആദ്യ വാരത്തിൽ അനുഭവപ്പെട്ട ചൂടാണ് നേരത്തെ അനുഭവപ്പെടുന്നത്. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലാണ് പകൽ താപനില സാധാരണയേക്കാളും ഉയരുന്നത്. രണ്ടാഴ്ച മുമ്പ് മഴ പെയ്തതിന് പിന്നാലെയാണ് ചൂടും ഉയർന്നത്. സാധാരണയേക്കാൾ 2.4 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ഏതാനും ദിവസങ്ങളായി അനുഭവപ്പെടുന്നത്. സാധാരണ ഏറ്റവും കൂടുതൽ താപനില അനുഭവപ്പെടാറുള്ള പാലക്കാട്ടും പുനലൂരും കുറഞ്ഞ താപനിലയാണ് രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ വർഷം ജനുവരി ആദ്യം ഏതാനും ശക്തമായ മഴ പെയ്തതിന് പിന്നാലെയാണ് ചൂട് റെക്കോർഡ് കടന്നത്. ഇത്തവണയും സാങ്കേതികമായി ജനുവരിയിലെ മഴയുണ്ടായിരുന്നെങ്കിലും എല്ലായിടത്തും കാര്യമായി പെയ്തില്ല. വേനൽ ശക്തി പ്രാപിച്ചതോടെ രോഗങ്ങളുടെ കാഠിന്യവും കൂടി വരികയാണ്. തലവേദന, ചർമ്മത്തിലെ ചുവപ്പ്, ചൂടുകുരു തുടങ്ങി സൂര്യാഘാതം, മഞ്ഞപ്പിത്തം എന്നിങ്ങനെ തീവ്രത കൂടിയ അസുഖങ്ങളിലേക്കാണ് പട്ടിക നീളുന്നത്. ശക്തമായ വെയിലുള്ളപ്പോൾ കഴിവതും പുറത്തിറങ്ങാതിരിക്കുക. സൺസ്ക്രീൻ, ലോഷൻ, പൗഡറുകൾ എന്നിവ ഉപയോഗിക്കുക. കുട ഉപയോഗിക്കുന്നതും ധാരാളം വെള്ളം കുടിക്കുന്നതും നല്ലതാണ്. ദിവസേന 2 തവണ കുളിക്കുന്നതും നല്ലതാണ്. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം. ഹോട്ടൽ ഭക്ഷണം കഴിവതും ഒഴിവാക്കുക. ചായ, കാപ്പി എന്നിവയുടെ ഉപയോഗം പരമാവധി കുറച്ച് ഗ്രീൻ ടീ ശീലമാക്കാം. ട്രാഫിക് നിയന്ത്രണത്തിന് നിയോഗിക്കപ്പെട്ട ഹോം ഗാർഡുകളുടെയും പോലീസുകാരുടെയും കാര്യമാണ് കഷ്ടം. വെയിൽ ഏൽക്കാതിരിക്കാൻ മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും കനത്ത ചൂടിൽ ശരീരം വിയർത്തൊലിക്കുകയാണ്. ഹോട്ടലുകൾക്ക് മുന്നിലെ സെക്യൂരിറ്റിമാർ, വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഗ്രൗണ്ടിലെ ജീവനക്കാർ തുടങ്ങിയവരും വലയുകയാണ്. എന്നാൽ മഴ ശക്തമാകും വരെ ഈ ചൂട് തുടരും. അന്തരീക്ഷത്തിലെ ഈർപ്പമാണ് ആർദ്രതയ്ക്ക് കാരണമെന്നും ശാസ്ത്ര നിരീക്ഷകർ പറയുന്നു.